ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കൻ ആണ്. ആദ്യമായി ഒരു പാത്രം എടുത്ത് അതിലോട്ട് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നീട് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അടുത്തതായി 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തു. ചിക്കൻ ഇത് 1/100 വെയിറ്റ് വരുന്ന ചിക്കനാണ്. അതിൽ നമ്മളിങ്ങനെ അതിൻ്റെ മാംസം കൂടുതലുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കുക. കാലിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ മസാല ഈ ചിക്കൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുക്കുക. തേച്ച് പിടിപ്പിക്കുക. ഈ സ്കിന്നിൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കനിൽ നമ്മുടെ മസാല എല്ലായിടത്തും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ നമ്മുടെ ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും എടുത്തു വയ്ക്കുക. നമ്മളപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ കുക്കിംഗ് റേഞ്ചിൻ്റെ ഉള്ള ഓവനിൽ ട്രേ ഉണ്ട്. അതെടുത്തിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് ഇങ്ങനെ കവർ ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഗ്രില്ലായി കൊണ്ടിരിക്കുമ്പോൾ നെയ്യൊക്കെ താഴെ വീഴും. പിന്നെ നമുക്ക് ഈ ട്രേ ഓവനിൻ്റെ ഉള്ളിൽ വെക്കാം. പിന്നെ നമ്മൾ ചിക്കൻ വെക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മുടെ കുക്കിംഗ് ഓവൻ ഓൺ ചെയ്തിടണം. അപ്പോൾ നമ്മളിവിടെ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് ഓവൻ. ഇത് 10 മിനിറ്റ് ഓണാക്കി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ വെക്കാൻ. നമ്മൾ തീ ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിക്കൻ സെറ്റ് ചെയ്യാനുള്ള ഈ കമ്പി ഉണ്ടല്ലോ, ഇതെടുത്ത് മാറ്റി വെക്കണം. ഞങ്ങൾ മറന്നുപോയി ആദ്യം. അപ്പോൾ നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നമ്മുടെ ഈ കമ്പിയുടെ ഉള്ളിൽ കയറ്റി പിന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾ ഇവിടെ ഒരു തക്കാളി, പിന്നെ മറ്റേ വലിയ മുളകില്ലേ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ കിട്ടണം, അത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം എടുത്തു. പിന്നെ സവോള, പിന്നെ കുറച്ച് മല്ലിയില. ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഈ ചിക്കൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുക. ബാക്കി നമ്മൾ ആ താഴെ ട്രേ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിനി സെറ്റ് ചെയ്യാം. ഇനി ചിക്കൻ ഈ കമ്പിയിൽ കറക്റ്റായിട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഒരു നൂല് വെച്ച് നല്ലപോലെ ടൈറ്റായി കെട്ടി കൊടുക്കുക. ഇനി ആ പാത്രത്തിലുള്ള മസാലയൊക്കെ നമ്മുടെ ചിക്കനിലൊന്നും കൂടി നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി ചിക്കൻ നമ്മുടെ ഓവനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ചെറുതായിട്ട് നമ്മൾ 10 മിനിറ്റ് ഓൾറെഡി അത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചൂടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 1 അവർ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൽ 1 അവറാണ് ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 1 അവർ സെറ്റ് ചെയ്യുക. ശരിക്കും 1.5 അവർ സെറ്റ് ചെയ്യണം. ഇനി അത് ഓൺ ചെയ്യുക. അപ്പോൾ അതേ ചിക്കൻ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇനി ബാക്കി വന്ന തക്കാളിയും സവോളയും ക്യാപ്സിക്കും ഒക്കെ നമ്മൾ ആ ട്രേയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതിൽ നിന്ന് നെയ്യൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 അവർ ആവാറായിട്ടുണ്ട്. 1 അവർ ആകുമ്പോൾ അത് അലാടിക്കും കേട്ടോ. അതിൽ
അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റും കൂടി സെറ്റ് ചെയ്യാം. അരമണിക്കൂർ വെക്കേണ്ട, 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്താവുന്നുള്ളത്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിക്കൻ കണ്ടോ, അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഓവൻ്റെ ഡോർ ഓൺ ചെയ്യുക. ഡോർമ് വരെ നല്ല ചൂടാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ല, നമ്മൾ ചൂടിനിടണത് തുണി വെച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ചൂടാണ്, ഇതിൻ്റെ കമ്പിയൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഇനി പതുക്കെ എടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.